dears, welcome to Viskool. I am Zilvi, നിങ്ങളുടെ സ്വന്തം കെമിസ്ട്രി ഫാക്കൽറ്റി. നമ്മളെല്ലാവരും നീറ്റ് എക്സാമിന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി കുറച്ച് മന്ത്സും കൂടെ ഉള്ളൂ നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. എക്സാമിങ് അടുക്കാറായല്ലേ? അപ്പൊ നമ്മുടെ ഈ നീറ്റ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബിഫോർ ദാറ്റ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു വിസ്കൂൾ. വിസ്കൂൾ എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള നീറ്റ് ആസ്പിറൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അടിച്ച് പൊളിച്ച് പഠിച്ച് നീറ്റ് 2026 ക്രാക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ജോയിൻ വിസ്കൂൾ. വെൽക്കം ടു വിസ്കൂൾ ഫാമിലി. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നീറ്റ് 2025 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. Dalton's atomic theory could not explain which of the following? Option A, law of conservation of mass. Option B, law of constant proportion. Option C, law of multiple proportion. Option D, law of gaseous volume. Dalton atomic theory വെച്ചിട്ട് നമുക്ക് laws of chemical combination explain ചെയ്യാനായിട്ട് പറ്റും. അതായത് law of conservation of mass, law of constant proportion, law of multiple proportion. അപ്പൊ ഇത് മൂന്നെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡാൽട്ടൻസ് അറ്റോമിക് തിയറിയെ കൊണ്ട് പറ്റി. മറ്റേ ലോ ഓഫ് ഗേഷ്യസ് വോളിയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡാൽട്ടൻ അറ്റോമിക് തിയറിയെ കൊണ്ട് പറ്റിയില്ല. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. Dalton's theory could explain the laws of chemical combination, however it could not explain the law of gaseous volume. അങ്ങനെയാണ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോബ്ലം. ഇതും നീറ്റ് 2025ന്റെ പ്രോബ്ലം ആണ് കേട്ടോ. Among the following, choose the one with the equal number of atoms. Option A, 212 gram of Na2CO3, molar mass 106 gram. B, 248 gram of Na2O, molar mass 62 gram. C, 240 gram of NaOH, molar mass 40 gram. D, 12 gram of H2, molar mass 2 gram. E, 220 gram of CO2, molar mass 44 gram. Choose the correct answer from the options given below. Option 1, A, B and C only. Option 2, A, B and D only. Option 3, B, C and D only. Option 4, B, D and D only. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അറ്റോമിസിറ്റി ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇനി നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല എന്താ? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു പ്രോബ്ലം ആണ്. ഈ 5 എണ്ണത്തിനെയും നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്പർ ഓഫ് മോൾസ് കാണണം. ഇനി നമ്പർ ഓഫ് ആറ്റംസ് പറയുന്ന ഫോർമുലയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസ് കാണാനുള്ള ഫോർമുല എന്താ? അറ്റോമിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, സോ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് അറ്റോമിസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആണ്. നമുക്ക് ഫസ്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ഏതാ? 212 gram ഓഫ് Na2CO3. Na2CO3ക്കകത്ത് 2 സോഡിയം ഉണ്ട്, 1 കാർബൺ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട്. അറ്റോമിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടെന്നുള്ളത്. അപ്പൊ ഇവിടെ അറ്റോമിസിറ്റി എന്തായിരിക്കും? 6 ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് വൺ നമ്പർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു ഗിവൺ മാസ് എത്രയാ? 212 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാ? 106 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആണ്. 212 ബൈ 106 എത്ര കിട്ടും? 2 കിട്ടും. അപ്പൊ 6 ഇൻറ്റു 2 ദാറ്റ് ഈസ് 12 അവോഗാഡ്രോ നമ്പർ. നൗ ബി, നമ്പർ ഓഫ് ആറ്റംസ്. ബി കാണാനായിട്ട് ഗിവൺ മാസ് തന്നിരിക്കുന്നത് 248 ആണ്, മോളാർ മാസ് തന്നിരിക്കുന്നത് 62 ആണ്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്ന അറ്റോമിസിറ്റി ഇവിടെ 2 സോഡിയവും 1 ഓക്സിജനും ആണ്. സോ അറ്റോമിസിറ്റി എന്ന് പറയുന്നത് 3 ആണ്. 3 ഇൻറ്റു 248 ബൈ 62 ഇൻറ്റു Na ആണ് വരിക. അപ്പൊ നമുക്ക് 12 Na എന്ന് കിട്ടും. നൗ തേർഡ് വൺ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 3 ഇൻറ്റു 240 ബൈ 40 അവോഗാഡ്രോ നമ്പർ ആണ്, അതായത് 18 Na. നൗ ഡി നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഡിക്കകത്ത് എന്താ? 12 gram of H2 ആണ്. അപ്പൊ 12 gram of H2 അറ്റോമിസിറ്റി 2 ആണ്. 2 ഇൻറ്റു 12 ബൈ 2 ഇൻറ്റു Na ആണ്. 12 ബൈ 2 6 ഇൻറ്റു 2 12 Na ആണ് വരിക. ഇനി ഈ വരുന്നത് നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത് 3 ഇൻറ്റു 220 ബൈ 44 ഇൻറ്റു Na, ദാറ്റ് ഇസ് 15 Na. ഇനി ഇതിനകത്ത് ഏതിനൊക്കെയാണ് സെയിം നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്? എ, ബി ആൻഡ് ഡി. 3 പേർക്കും എന്താണ്? 12 Na. അത് 12ന്റെ അവോഗാഡ്രോ നമ്പർ ആണ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ എ, ബി ആൻഡ് ഡി ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. സിമ്പിൾ പ്രോബ്ലം അല്ലായിരുന്നോ? യെസ്. Moving on to next problem, NEET 2024 problem ആണ്. A compound X contain 32% of A, 20% of B and remaining percentage of C. Then the empirical formula of X is given atomic mass of A 64, B 40 and C 32U. Option A, A2B C2.
ഓപ്ഷൻ ബി ABC3, C A2BC2, D ABC4. അപ്പൊ നമുക്ക് പെർസെൻറ്റേജും ഉണ്ട് മാസും ഉണ്ട്. എംപിറിക്കൽ ഫോർമുല കാണണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പെർസെൻറ്റേജിനെ നമ്മൾ എന്ത് ചെയ്യണം? അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്കൊരു റേഷ്യോ കിട്ടും അല്ലെ. ആ റേഷ്യോയിൽ ഏറ്റവും ചെറിയ റേഷ്യോ ഏതാണോ അത് വെച്ച് ബാക്കിയുള്ള എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സിമ്പിൾ റേഷ്യോ, ഹോൾ നമ്പർ റേഷ്യോ കിട്ടും. അതായിരിക്കും നമ്മുടെ ആറ്റത്തിന്റെ നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് വിൽ ഗിവ് യു യുവർ എംപിറിക്കൽ ഫോർമുല. അപ്പൊ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 32% ആണ് എ, 20% ആണ് ബി. അപ്പൊ 32% എ, ബി 20%. അപ്പൊ റിമൈനിങ് പെർസെൻറ്റേജ് സിയുടെ ആയിരിക്കും അല്ലെ. സിയുടെ പെർസെൻറ്റേജ് എങ്ങനെ കാണും? 100 മൈനസ് 32 പ്ലസ് 20. Okay, that will give you 48%. അപ്പൊ എയുടെ പെർസെൻറ്റേജ് 32, ബിയുടെ പെർസെൻറ്റേജ് 20, സിയുടെ പെർസെൻറ്റേജ് 48. അറ്റോമിക് മാസ് തന്നിട്ടുണ്ട്. എയുടെ 64, ബിയുടെ 40, സിയുടെ 32. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ബൈ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എയുടെ 32/64, ബിയുടെ 20/40, സിയുടെ 48/32. 32/64 1/2, 20/40 1/2, 48/32 3/2. 1/2 1 3/2 ആണല്ലേ റേഷ്യോ കിട്ടിയേക്കുന്നത്. ഏറ്റവും ചെറിയ നമ്പർ 1/2 ആണ്. അപ്പൊ എല്ലാ 3 റേഷ്യോസിനെയും നമ്മൾ എന്ത് ചെയ്യും? 1/2 വെച്ച് ഡിവൈഡ് ചെയ്യും. 1/2/1/2 എന്ത് കിട്ടും? 1. 1/2 1/2 1 കിട്ടും. ഇനി 3/2 ഡിവൈഡഡ് ബൈ 1/2 എന്ത് കിട്ടും? നമുക്ക് 3 കിട്ടും. അപ്പോ നമുക്ക് പറയാം എയുടെ റേഷ്യോ 1, ബിയുടെ 1, സിയുടെ 3. അപ്പൊ ABC3 ആയിരിക്കും എംപിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ABC3. ഓക്കെ, യെസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോബ്ലം. അതും NEET 2024 പ്രോബ്ലം ആണ്. 1 gram of sodium hydroxide was treated with a 25 ml of 0.5 molar HCl solution. The mass of sodium hydroxide left unreacted is equal to option A 750 mg, option B 250 mg, option C 0 mg, option D 200 mg. ഇവിടുത്തെ റിയാക്ഷൻ നോക്കി. 1 gram സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ 25 ml of 0.75 molar HCl സൊല്യൂഷൻ വെച്ച് റിയാക്ട് ചെയ്യാണ്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? NaCl ആണ് കിട്ടുക. നോക്കിയേ, NaOH plus HCl giving NaCl plus water ആണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ 1 മോൾ NaOHന് 1 മോൾ HCl വേണം. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മാസ് തന്നിട്ടുണ്ട്. NaOH അല്ലേ ഫോർമുല. മോളിക്കുലർ മാസ് കണ്ടുകൂടെ? മോളാർ മാസ് കണ്ടുകൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH കാണാം. എങ്ങനെ കാണും? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് NaOHന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി സെക്കൻഡ് കേസിലോ മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. HClന്റെ മൊളാരിറ്റിയും ഉണ്ട്, വോളിയം ഉണ്ട്. മൊളാരിറ്റിയുടെ ഫോർമുല എന്താ? മൊളാരിറ്റിയുടെ ഫോർമുല നമ്പർ ഓഫ് മോൾസ് ആർ സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ 25 ml പിടിച്ച് ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി മൊളാരിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാണാൻ എന്ത് ചെയ്താൽ മതി? മൊളാരിറ്റിയെ വോളിയം വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അങ്ങനെയാണ് HCl നമ്പർ ഓഫ് മോൾസ് കിട്ടി, NaOHന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. ലിമിറ്റിംഗ് റിയേജന്റ് ആരാന്ന് കണ്ടുപിടിക്കാൻ പാടില്ലേ? അതിനകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും? എത്ര മോൾസ് ഓഫ് NaOH ആണ് അവിടെ അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് എന്ന് കാണാൻ പറ്റും. ആ അൺറിയാക്റ്റഡ് നമ്പർ ഓഫ് മോൾസിനെ മോളാർ മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് അൺറിയാക്റ്റഡ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH കാണാം. നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് NaOH plus HCl giving NaCl ആണ്. NaOHന്റെ മോളാർ മാസ്, സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാ? 23. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്രയാ? 16. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 1. അപ്പൊ മോളാർ മാസ് ഓഫ് NaOH എന്ന് പറയുന്നത് 23 plus 16 plus 1, അതായത് 40 gram ആയിരിക്കും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 1 gram NaOH ആണ് യൂസ് ചെയ്തത്. അങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആയിരിക്കും. ദാറ്റ് ഈസ് 1/40 which will give you 0.025. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH കിട്ടി. ഇനി നമുക്ക് HClന്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. HClന്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട് 0.75. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ ലിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ വോളിയം മില്ലി ലിറ്ററിലാണ്. സോ ഇറ്റ് വിൽ ബി മില്ലി ലിറ്ററിനെ നമ്മൾ ലിറ്റർ ആക്കാൻ 1000 വെച്ച് ഡിവൈഡ് ചെയ്യില്ലേ? സോ number of moles will be molarity into 1000 by volume. ഈ
താഴെ ഡിവൈഡ് ചെയ്യുന്ന 1000 മേളിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വന്നു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് നമുക്ക് പറയാം നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 0.75 into 25 divided by 1000 which will give you 0.01875. Okay, number of moles of NaOH കിട്ടി, number of moles of NaOH കിട്ടി, number of moles of HCl കിട്ടി. ആരാ കുറവ്? number of moles of HCl ഇവിടെ കുറവാണല്ലേ. അപ്പൊ നമുക്ക് പറയാം നമ്മുടെ HCl കുറവാണ്, അതുകൊണ്ട് നമ്മുടെ HCl എന്ന് പറയുന്ന ആള് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ഓക്കെ, 0.025 moles of NaOH requires 0.025 moles of HCl. നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയപ്പോൾ നമ്മൾ കണ്ടിരുന്നു എത്ര മോൾസ് ഓഫ് NaOH ആണോ വേണ്ടത് അത്രയും മോൾസ് ഓഫ് HCl വേണം. സോ നമുക്ക് പക്ഷേ നമ്മുടെ ക്വസ്റ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് 0.01875 മോൾസ് മാത്രമേ HCl. പക്ഷേ നമ്മുടെ ക്വസ്റ്റിനിൽ പറയുന്ന അനുസരിച്ച് നമുക്ക് 0.01875 മാത്രമേ HCl ഉള്ളൂ. സോ നമുക്ക് പറയാം HCl ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. അപ്പോൾ മോൾസ് ഓഫ് NaOH അൺറിയാക്റ്റഡ് എന്ന് പറഞ്ഞാൽ എത്ര മോൾസ് ഓഫ് NaOH ഉണ്ട് അതിനകത്തുനിന്ന് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കുറച്ചാൽ മതി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH അൺറിയാക്റ്റഡ് ഈസ് 0.025 മൈനസ് 0.01875 which will give you 0.00625 moles. Okay, number of moles കിട്ടി. ഇനി mass of NaOH unreacted എങ്ങനെ കാണും? number of moles പറഞ്ഞാൽ given mass divided by molar mass ആണ്. അപ്പൊ number of moles of NaOH unreacted into molar mass ചെയ്താൽ നമുക്ക് മാസ് കിട്ടൂലേ? മോളാർ മാസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് NaOH unreacted എന്ന് പറയുന്നത് 0.00625 into 40 gram ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ 0.250 gram എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻസ് എല്ലാം മില്ലിഗ്രാമിലല്ലേ? അങ്ങനെയാണെങ്കിൽ 250 gram എന്ന് പറഞ്ഞാൽ 250 into 1000. അതായത് നമ്മുടെ ഓപ്ഷൻസ് എല്ലാം മില്ലിഗ്രാമിലല്ലേ? ഇവിടെ നമ്മുടെ ആൻസർ കണ്ടുപിടിച്ച ഗ്രാമിലല്ലേ? സോ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് മില്ലിഗ്രാമിലേക്ക് ആക്കണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഗ്രാമിനെ മില്ലിഗ്രാമിലേക്ക് ആക്കാനായിട്ട് മൾട്ടിപ്ലൈ വിത്ത് 1000. സോ 0.250 gram എന്ന് പറഞ്ഞാൽ 0.250 into 1000, അതായത് 250 milligram ആണ്. ഇപ്പൊ 250 milligram ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ റിയാക്ഷൻ NaOH plus HCl giving NaCl എന്നൊരു ഇക്വേഷൻ എഴുതാൻ അറിയാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ അങ്ങനെയാണെങ്കിൽ അടുത്ത NEET 2024 ക്വസ്റ്റ്യൻ നോക്കുകയാണ്. The amount of glucose required to prepare 250 ml of M/20 aqua solution is molar mass of glucose is 180 gram per mole. Option E 2.25 gram, option B 4.5 gram, option C 0.44 gram, option D 1.125 gram. Okay, നമുക്ക് എത്ര എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മൊളാരിറ്റി തന്നിട്ടുണ്ട്. 1/20 ആണ് മൊളാരിറ്റി. ഫോർമുല എന്താ മൊളാരിറ്റിയുടെ ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഇവിടെ മില്ലി ലിറ്ററിലാണ്, അതിനെ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ ലിറ്ററിലേക്ക് ആയിക്കോളും. മൊളാരിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും അല്ലെ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അല്ലെ? നമുക്ക് മൊളാരിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്പർ ഓഫ് മോൾസ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഇവിടെ കൊണ്ടിടുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി മോളാർ മാസ് ഉണ്ട്, മാസ് കിട്ടത്തില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണെന്നൊരു സാധനം അറിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണിത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ മൊളാരിറ്റി തന്നിട്ടുണ്ട്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. M എന്ന് പറയുന്ന മൊളാരിറ്റി ആണ്, N എന്ന് പറയുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്, V എന്ന് പറയുന്ന വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി ഇൻറ്റു വോളിയം ആണ്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മില്ലി ലിറ്ററിലുള്ള വോളിയത്തെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 1000. സോ 250 by 1000 എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് 0 ഒക്കെ ക്യാൻസൽ ചെയ്താൽ 25 by 100, അതായത് 0.25 ലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് വോളിയം കിട്ടി. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൊളാരിറ്റി ഇൻറ്റു വോളിയം ആണ്. മൊളാരിറ്റി M/20 ആണ് അല്ലേ? അപ്പൊ 1/20 into 0.25 ലിറ്റർ, അതായത് 0.25 by 20 which will give you 0.0125 mole. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കിട്ടി. മോളാർ മാസ് ഓൾറെഡി ഉണ്ട്. മാസ് കാണാൻ മേലെ? യെസ്, മാസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 0.0125 into 180 which will give you 2.25 gram. Okay, 2.25 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 2.25 gram. ഓപ്ഷൻ എ is the right answer. Yes.
Moving on to next problem. Again, NEET 2024 problem ആണ് കേട്ടോ. 1 gram of H2 has same number of molecules as in option A 14 gram of N2, option B 18 gram of H2O, option C 16 gram of CO, option D 28 gram of N2. Okay, number of molecules കാണാനുള്ള ഫോർമുല എന്താ? Number of molecules equal to number of moles into അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പൊ എല്ലാ ക്വസ്റ്റ്യനിലും മാസ് ആണല്ലേ തന്നേക്കുന്നത്. മാസ് ആണ് തന്നേക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന മോളാർ മാസേ ഉള്ളൂ. N2ന്റെയും H2ന്റെയും സിഒന്റെയും N2ന്റെയും മോളാർ മാസ് വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ജസ്റ്റ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാൽ നമുക്ക് തീരാവുന്ന പ്രശ്നമാണ് അല്ലേ ഇത്. നമ്പർ ഓഫ് മോൾസ് എന്താ? നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ molar mass. Given mass divided by molar mass. Mass already തന്നിട്ടുണ്ട്. molar mass calculate ചെയ്യാൻ നമുക്കറിയാം. So it's very easy. Okay. First നമുക്ക് ഹൈഡ്രജനെ തന്നിട്ടുണ്ട് അല്ലേ. 1 gram of H2 has same number of molecules. അപ്പോൾ ആദ്യം നമ്മൾ H2ന്റെ number of molecules കാണണം. H2ന്റെ number of molecules എങ്ങനെ കാണും? First number of moles. Number of moles എന്താ? Given mass divided by molar mass. Given mass എത്രയാ തന്നേക്കുന്നത്? 1. ഇനി H2 ആണല്ലേ, 2 ഹൈഡ്രജൻ ഉണ്ട്. സോ H2ന്റെ മാസ് മോളാർ മാസ് എന്തായിരിക്കും? 2 ആയിരിക്കും. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 1/2 which will give you 0.5 mole. Okay. Now ഓപ്ഷൻ എ 14 gram of N2 ആണ്. N2 നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ N2 എന്ന് പറയുമ്പോൾ മോളാർ മാസ് എന്തായിരിക്കും? 28 gram ആയിരിക്കും. 28 gram per mole ആയിരിക്കും മോളാർ മാസ്. ഇനി ഗിവൺ മാസ് എത്രയാ? 14. നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. So it will be 14/28 which will give you 0.5 mole. Now option B is 18 gram of H2O. H2ന്റെ മോളാർ മാസ് എങ്ങനെ കാണും? 2 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്താണ്? 1 ആണ് അല്ലേ. അപ്പൊ 2 × 1 പ്ലസ് എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജൻ ഉണ്ട്. ഓക്സിജന്റെ അറ്റോമിക് മാസ് 16. But 2 + 16 which will give you 18 gram per mole. So number of moles is given mass divided by molar mass. So it will be 18/18 which will give you 1 mole. Yes. Now option C 16 gram of CO. കാർബണിന്റെ മാസ് എത്രയാ? 12 ആണ്. ഓക്സിജന്റെ മാസ് എത്രയാ? 16 ആണ് which will give you 28 gram per mole. So given mass എന്ന് പറയുന്നത് 16 ആണ്. molar mass 28 ആണ്. number of moles എന്ന് പറഞ്ഞാൽ 16/28 which will give you 0.571 mole. Yes. Last option it's 28 gram of N2. N2ന്റെ molar mass നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച് 28. So number of moles of N2 എന്ന് പറയുന്നത് 28/28 ആയിരിക്കും which will give you 1 mole. ഇനി കമ്പയർ ചെയ്യാം അല്ലേ നമുക്ക് ഓപ്ഷൻസ്. ഓപ്ഷൻ നമ്മുടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 എന്ന് പറയുന്നത് 0.5 ആയിരുന്നു. ഓപ്ഷൻ എ 14 gram of N2ന്റെ 0.5 കിട്ടി. കറക്റ്റ് കിട്ടിയത് ഓപ്ഷൻ എ ആണ്. സോ ഓപ്ഷൻ എ 14 gram of N2 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. യെസ്. Moving on to next problem. The highest number of helium atoms is in option A 4 moles of helium, option B 4U of helium, say 4 gram of helium, option D 2.271098 liter of helium at STP. So നമുക്ക് ബേസിക്കലി ഇതിനകത്ത് എല്ലാ നമ്പർ ഓഫ് മോൾസിന്റെ അവോഗാഡ്രോ നമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ഫസ്റ്റ് ഇതിനകത്ത് ഇറ്റ്സ് 4 moles of helium, right? 4 moles. നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കാണും? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. So it will be 4 × 6.022 × 10⁻23 which will give you 24.088 × 10⁻23 atoms. Okay, 6.022 10⁻23 അതെന്തുവാ? അവോഗാഡ്രോ നമ്പർ ആണ് കേട്ടോ. Okay, in the option B it's 4U of helium. Okay. അറ്റോമിക് മാസ് ഓഫ് ഹീലിയം എന്ന് പറയുന്നത് 4U ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാണും? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. 4/4 എന്ത് കിട്ടും? 1 ആണ് അല്ലേ. ഇവിടെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. സോ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. So it will be 1 × 6.022 × 10⁻23 which will give you 6.022 × 10⁻23 atoms. Now option C is 4 gram of helium. 4 gram നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഹീലിയത്തിന്റെ മോളാർ മാസ് എത്രയാണ്? 4 gram per mole ആണ്. സോ 4 ഗ്രാമിനകത്ത് എത്രയുണ്ടാവും? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ given mass divided by molar mass ആണ്. സോ നമ്പർ ഓഫ് മോൾസ് will be 4/4 that is 1. So number of atoms എന്ന് പറഞ്ഞാൽ number of moles in the Avogadro number. So 1 × 6.022 × 10⁻23 that will give you 6.022 × 10⁻23 atoms. Now option D it's 2.271098 liter of helium at STP. Okay, volume തന്നിട്ടുണ്ട്. Number of moles എങ്ങനെ കാണും? Number of moles is given volume divided by
22.4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ STPയിൽ നമുക്കറിയാം ഒരു മോൾ ഓഫ് ഗ്യാസ് 22.4 ലിറ്റർ ഓക്യുപ്പൈ ചെയ്യും. സോ നമ്മുടെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2.271098 ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ പെർ മോൾ ആണ്, വിച്ച് വിൽ ഗിവ് യു 0.101 mole. Number of moles കിട്ടി, multiplied with Avogadro number, so number of atoms നമുക്ക് കിട്ടും. So number of atoms എന്ന് പറയുന്നത് 0.101 mole into 6.022 into 10 raised to 23, which will give you 6.082 into 10 raised to 22. Option A, B, C, D the number of atoms നമുക്ക് കിട്ടി. Now let's compare it. Okay, option A is 24.088 into 10 raised to 23 atoms ആണ്. Option B is 6.022 into 10 raised to 23 atoms ആണ്. Option C is 6.022 into 10 raised to 23 atoms. And option D is 6.082 into 10 raised to 22 atoms. That എവിടെയാണ് number of atoms കൂടുതൽ? Yeah, it's option A. Option A is the final answer. Okay, yes. Moving on to next problem. Weight of 2 moles of an organic compound which is obtained by heating sodium ethanoate with sodium hydroxide in the presence of calcium oxide is. So NEET 2023 question. Option A 32, option B 30, option C 18, option D 16. Okay, ഇതൊരു റിയാക്ഷൻ ആണല്ലേ. സോഡിയം എത്തനോയേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യാണ്. എന്താണ് റിയാക്ഷൻ? സോഡിയം എത്തനോയേറ്റ് എന്ന് പറയുമ്പോൾ CH3COONA ആണ്. ഡോണ്ട് വറി അബൌട്ട് ദ റിയാക്ഷൻ, ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സോഡിയം എത്തനോയേറ്റ് എന്ന് പറയുന്നത് CH3COONA ആണ്. അത് NaOH ആയിട്ട് കാൽസ്യം ഓക്സൈഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടുന്നത് CH4 ആണ്. ഇതൊരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. CO2 റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് CH4 ഉണ്ടായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 2 മോൾസ് നമ്മൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ 2 മോൾസിന്റെ വെയിറ്റ് എടുക്കാനാണ്. അപ്പൊ നമുക്ക് CH4 ആണല്ലേ ഉണ്ടായിരിക്കുന്നത്. CH4 കാർബണിന്റെ മാസ് 12, ഹൈഡ്രജൻ 4 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1, 4 എണ്ണം ഉള്ളതുകൊണ്ട് വി ക്യാൻ ആഡ് 4. സോ 16 ഗ്രാം ആണ് കിട്ടുക. ഈ 16 ഗ്രാം പെർ മോൾ ആണ് മോളാർ മാസ്. ഇനി 2 എണ്ണം ഉണ്ടല്ലേ, നമ്പർ ഓഫ് മോൾസ് 2 ആണ്. സോ മാസ് വിൽ ബി 2 into molar mass. So mass is 2 into 16 gram, which will give you 32 gram as the final answer. So 32 gram ആണ് answer. Yes. Moving on to next problem. One mass of 95% pure CaCO3 will be required to neutralize 50 ml of 0.5 molar HCl solution according to the following reaction. CaCO3 plus 2 HCl giving CaCl2 plus CO2 plus H2O. Calculate up to second place of decimal points. Option A 1.32 gram, option B 3.65 gram, option C 9.50 gram, option D 1.25 gram. Okay, നമ്മുടെ റിയാക്ഷൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. CaCO3 plus 2 HCl giving CaCl2 plus CO2 plus H2O. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? 50 ml of 0.5 molar HCl ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് CaCO3 കാണില്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു 1 mol of CaCO3 will react with 2 mol of HCl. വോളിയം ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്. മൊളാരിറ്റിയുടെ ഫോർമുല എന്താ? മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കാണാൻ പാടില്ലേ? ഒരു മോള് CaCO3ക്ക് 2 മോൾ HCl വേണം. അങ്ങനെയാണെങ്കിൽ അത് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് ഓഫ് CaCO3 കിട്ടും. മോളാർ മാസ് സുഖമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ മാസ്. ഓക്കെ, മൊളാരിറ്റിയുടെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഹൈലി ഇമ്പോർട്ടൻ്റ്. മൊളാരിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ് ആണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊളാരിറ്റി ഇൻറ്റു വോളിയം ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ വോളിയം മില്ലി ലിറ്ററിലാണ്. സോ വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് 1000. സോ നമ്പർ ഓഫ് മോൾസ് വിൽ ബി മൊളാരിറ്റി ഇൻറ്റു വോളിയം ഇൻ മില്ലി ലിറ്റർ ഡിവൈഡഡ് ബൈ 1000. So it will be 0.5 into 50 divided by 1000, which will give you 25 into 10 raised to minus 3 moles. Okay, അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കിട്ടി. നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കാണാം 2 മോൾ ഓഫ് HCl 1 മോൾ ഓഫ് CaCO3 മതി. So 25 into 10 raised to minus 3 moles of HCl will require 25 into 10 raised to minus 3 divided by 2. Okay, 2 മോൾ HCl 1 മോൾ മതി. അപ്പോൾ 25 into 10 raised to minus 3 എന്ത് മതി? 1/2 into 25 into 10 raised to minus 3 moles madi, which will give you 0.0125 moles. Okay, you got the number of moles. Ini valare simple aayittu molar mass CaCO3 atomic mass of calcium etraya 40 aanalle. Carbon 12, oxygen is 16. We have 3 oxygens, so 3 into 16, which will give you 58.
So CaCO3 molar mass എന്ന് പറയുന്നത് 40 plus 12 plus 58 which will give you 100 gram. Okay. So number of moles ആയി, molar mass ആയി, mass കാണാലോ, mass എങ്ങനെ കാണും? Mass will be equal to number of moles into molar mass which will give you 0.0125 into 100 which will give you 1.25 gram. Okay. So mass കിട്ടി 1.25 gram. ഇനി percentage purity കാണാനായിട്ട് 100% pure ആയപ്പോൾ ഉള്ള ആ മാസ് ഡിവൈഡഡ് ബൈ നമുക്ക് വേണ്ട പ്യൂരിറ്റിയിലുള്ള മാസ് ഇൻറ്റു 100. ഇവിടെ കിട്ടിയിരിക്കുന്ന പ്യൂരിറ്റി എത്രയാണ് തന്നിരിക്കുന്നത്? 95 ആണ് അല്ലേ? സോ 95 വിൽ ബി ഈക്വൽ ടു 1.25 ബൈ എക്സ് ഇൻറ്റു 100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1.25 into 100 by 95 എന്ന് കിട്ടും, which will give you 1.32 gram as the final answer. Yes. അങ്ങനെയാണെങ്കിൽ നമുക്ക് NEET 2021 ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. An organic compound contains 78% of carbon and remaining percentage of hydrogen. The right option for the empirical formula of this compound is atomic weight of carbon is 12, hydrogen is 1. Option A CH, option B CH2, option C CH3, option D CH4. Okay, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ 78% കാർബൺ ആണ്. റിമൈനിങ് എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 100 minus 78 which will give you 22%. അപ്പോൾ 22% എന്താണ്? ഹൈഡ്രജൻ ആണ്. ഇനി എംപിരിക്കൽ ഫോർമുല ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? തന്നിരിക്കുന്ന പെർസെൻറ്റേജിനെ നമ്മൾ അറ്റോമിക് മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. കാർബണിന്റെ അറ്റോമിക് മാസ് ഉണ്ട്, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ഉണ്ട്. എന്നിട്ട് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു ദ എംപിരിക്കൽ ഫോർമുല. സോ എലമെന്റ്സ് ഏതൊക്കെയാ? കാർബൺ, ഹൈഡ്രജൻ. അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12, അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1. Percentage of carbon 78 and hydrogen it is 22. അപ്പോൾ first step എന്താ? Percentage composition നമ്മൾ atomic mass വെച്ച് divide ചെയ്യണം. So it will be 78 by 12 which will give you 6.5. And in case of hydrogen it will be 22 divided by 1 which will give you 22. Now 6.5 ഉം 22 ഏറ്റവും ചെറിയ നമ്പർ വെച്ച് ബാക്കിയുള്ളവരെ ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ് വിൽ ബി 6.5 divided by 6.5 which will give you 1 and 22 divided by 6.5 which will give you 3.38. റൗണ്ട് ചെയ്ത് നമുക്ക് എന്താക്കാം? 3 എന്താക്കാം അല്ലേ? അപ്പോൾ ഒരു കാർബണും 3 ഹൈഡ്രജനും CH3 will be the empirical formula. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. പെർസെൻറ്റേജ് കിട്ടിയാൽ നമ്മൾ ആദ്യം തന്നെ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. അതിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ ആ ഒരു നമ്പർ വെച്ച് ബാക്കിയുള്ള നമ്പേഴ്സിനെ എല്ലാം ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ സിമ്പിൾ റേഷ്യോ എടുക്കുക. ആൻഡ് ദാറ്റ് വിൽ ഗീവ് യു ദ എംപിരിക്കൽ ഫോർമുല. വെരി സിമ്പിൾ പ്രോബ്ലം, റൈറ്റ്? യെസ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോബ്ലം. 1 mole of carbon atom weighs 12 gram. Number of atoms is equal to given mass of carbon 12 is 1.9926 into 10 raised to 23 gram. NEET 2020 question ആണ് കേട്ടോ. Option A 1.2 into 10 raised to 23. Option B 6.022 into 10 raised to 22. Option C 12 into 10 raised to 22. Option D 6.022 into 10 raised to 23. 1 mole of carbon ആറ്റത്തിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? മാസ് ഓഫ് ദ സാമ്പിൾ ബൈ മാസ് ഓഫ് 1 atom. 1 atom of carbon വെയിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇറ്റ്സ് 1.9926 into 10 raised to minus 23 gram. ഒരു കാർബൺ ആറ്റം മാസ് ഓഫ് ദ സാമ്പിൾ തന്നിട്ടുണ്ട്. എത്രയാ മാസ് ഓഫ് ദ സാമ്പിൾ? എത്രയാ തന്നിരിക്കുന്നത്? 12 gram തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ഓക്കെ, 12 gram will contain 12 by 1.9926 into 10 raised to minus 23 gram, and that will give you 6.022 into 10 raised to 23. It's Avogadro number. So option D is the right answer. Yes. Moving on to next problem. Which one of the following has maximum number of atoms? The NEET 2020 question. Option A 1 gram of magnesium, atomic mass of magnesium is 24. 1 gram of O2, atomic mass of oxygen is 16. 1 gram of lithium, atomic mass of lithium is 7. And 1 gram of Ag, atomic mass of Ag is 108. Okay, number of atoms കാണാനുള്ള ഫോർമുല എന്താ? Number of atoms will be equal to number of moles into Avogadro number into atomicity. Okay, atomicity into number of moles into Avogadro number. Maximum number of atoms കാണണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ 1 gram of mg ആണ്. 1 gram. അപ്പോൾ number of atoms എങ്ങനെ കാണും? Given mass divided by molar mass. So it will be 1 by 24 into Na into 1. Okay, ഒരാളെ ഉള്ളൂ. So atomicity will be 1. And that will give you 1 by 24. Now in option B we have O2, right?
O2 ആണുള്ളത്. അപ്പൊ ഗിവൻ മാസ് 1 ആണ്, അറ്റോമിക് മാസ് 16 ആണ്. O2 ഉള്ളതുകൊണ്ട് അറ്റോമിസിറ്റി എന്തായിരിക്കും? 2 ആയിരിക്കും. So we can say number of atoms will be 1/32 into 2 Na. 2 Na. So it will give you 1/16 Na. 1/16 Na. Now C, number of atoms. Lithium ആണ്. But number of atoms will be 1/7 into Na. Now for number of atoms of Ag, it will be given mass divided by molar mass 1/108 into Na. ഇതിനകത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ number of atoms ഉള്ളത്? 1/24 ആണോ, 1/16 ആണോ, 1/7 ആണോ, 1/108 ആണോ? Of course it's 1/7, right? So option C is the right answer. Yes. Moving on to next problem. Number of moles of H2 required to produce 20 moles of NH3. Option A 10, option B 20, option C 30, option D 40. Number of moles of H2 required to produce 20 moles of NH3, right? Balanced chemical equation. എന്താണ്? നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് NH3 ആണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ചെറിയ ക്ലാസ്സിൽ തുടങ്ങി പഠിക്കുന്നല്ലേ? N2 + 3H2 giving 2NH3. നിങ്ങൾക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് തന്നെ കാണാം 3 moles of H2 എത്ര moles of NH3 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? 2 moles of NH3 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ 3 moles of H2 produces 2 moles of NH3. നമുക്കിപ്പോൾ എത്ര വേണം? 20 moles of NH3 വേണം. അപ്പോൾ എത്ര വേണമായിരിക്കും? ഹൈഡ്രജന്റെ മോൾസ് 30 വേണമായിരിക്കും. ഓക്കെ, ജസ്റ്റ് യൂസ് യുവർ മാത്സ്. ഓക്കെ, 2 moles 3 moles 2 moles NH3 ഉണ്ടാവാൻ 3 moles H2 വേണം. So 20 moles NH3 ഉണ്ടാവാൻ it will be 3/2 into 20, which will give you 30 moles as the final answer. Yes. Moving on to next easy problem. The density of 2 molar aqueous solution of NaOH is 1.28 gram per centimeter cube. The molarity of the solution is given that molecular mass of NaOH is 40 gram per mole. Option A 1.20 m, B 1.56 m, C 1.67 m, D 1.32 m. Okay, density തന്നിട്ടുണ്ട്. ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല എന്താ? മാസ് ബൈ വോളിയം തന്നിട്ടുണ്ട്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി തന്നിട്ടുണ്ട്. 2 molar solution, 2 molar solution of NaOH. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, 2 molar solution ആണ്. സോ നമ്പർ ഓഫ് മോൾസ് 2 ആണ്. ഓക്കെ, മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. മൊളാലിറ്റി കാണാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ mass of the solvent in kilogram. Okay, mass of the solvent in kilogram. ഇതല്ലേ ഫോർമുല? ഓക്കെ, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അവിടെ നമുക്ക് എന്ത് കിട്ടും? മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടും. മൊളാലിറ്റി ഈസ് ഗിവൺ as 2 molar, that is 2 moles of solute is present in 1 liter of solution. So number of moles നമുക്ക് കിട്ടി. Now volume 1 liter അല്ലെങ്കിൽ 1000 ml ആയിരിക്കും. Density is given as 1.28 gram per ml. So density എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പൊ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും. So it will be 1.28 into 1000, which will give you 12,800. So mass of the solution നിങ്ങൾക്ക് കിട്ടി. ഇനി നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് ആരായിരുന്നു? NaOH അല്ലേ? NaOHന്റെ മോളാർ മാസ് എത്രയാ? 40 ആണല്ലേ? NaOH 23 plus 16 plus 1, which will give you 40 gram. So number of moles already ഉണ്ട്. എന്താണ്? 2 ആണ്. So mass will be 2 into 40. So mass of the solution എന്തായിരിക്കും? Density into volume ആയിരിക്കും. So it will be 1.28 into 1000, which will give you 1280. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ മൊളാലിറ്റി തന്നിട്ടുണ്ട് 2 molar. 2 molar എന്ന് വെച്ചാൽ എന്താ? 2 moles of solute will be present in 1 liter of solution. Number of moles കിട്ടി, number of moles solute കിട്ടി, it's 2, and volume of the solution എന്തായിരിക്കും? 1 liter അല്ലെങ്കിൽ 1000 milliliter ആയിരിക്കും. ഈ ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, it's 1.28 gram per ml. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ? വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്. മാസ് ഓഫ് ദി സൊല്യൂഷൻ കാണാം അല്ലേ? മാസ് ഓഫ് ദി സൊല്യൂഷന്റെ ഫോർമുല എന്തായിരിക്കും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആയിരിക്കും. So it will be 1.28 into 1000, which will give you 1280. So നിങ്ങൾക്ക് മാസ് ഓഫ് ദി സൊല്യൂഷൻ കിട്ടി. നമുക്ക് വേണ്ടത് ആരെയാ? മാസ് ഓഫ് ദി സോൾവെന്റ് ആണല്ലേ? നമുക്കറിയാം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് സൊല്യൂട്ടും സോൾവെന്റും കൂടെ മിക്സ് ചെയ്തിട്ടാ. അപ്പോൾ സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ടിന്റെ മാസ് കുറച്ചാൽ സോൾവെന്റിന്റെ മാസ് കിട്ടും. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, 2 ഉണ്ട്. NaOH അല്ലേ സൊല്യൂട്ട്? NaOH മോളാർ മാസ് ഓഫ് NaOH എത്രയാ? It's NaOH. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് 23 plus oxygen it is 16 plus hydrogen 1, which will give you 40 gram. Okay, so mass കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു
മോളാർ മാസ് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. So mass will be number of moles into molar mass, so it will be 2 into 40. That will give you 80 gram. Okay. So mass of the solute എന്ന് പറയുന്നത് 2 into 40, which will give you 80 gram. Mass of solution ഉണ്ട്, mass of solute ഉണ്ട്. Mass of the solution in the mass of solvent കിട്ടാനായിട്ട് mass of solution in the mass of solute കുറച്ചാൽ മതി. So it will give you 1280 minus 80, which will give you 1200 gram. So molarity will be equal to number of moles of solute divided by weight of the solvent in gram into 1000. So it will be 2 by 1200 into 1000. നമുക്ക് cancel ചെയ്യാനുള്ളതെല്ലാം cancel ചെയ്താ 2 by 12 into 10, which will give you 1.67 as the final answer. Moving on to next problem. In which case is the number of molecules of water maximum? It's a NEET 2018 problem. Option A 18 ml of water, option B 0.18 gram of water, option C 0.00224 liter of water vapors at 1 atmosphere and 273 Kelvin. Option D it's 10 raised to minus 3 mole of water. Okay, നമുക്ക് volume തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാനുള്ള ഫോർമുല എന്താ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. സോ നമുക്ക് ഫസ്റ്റ് വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ വി ഹാവ് 18 ml of water. വോളിയം ഉണ്ട്. വാട്ടറിന്റെ ഡെൻസിറ്റി വി നോ ഇറ്റ്സ് 1 gram per ml. സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മാസ് വിൽ ബി ഡെൻസിറ്റി ഇൻറ്റു വോളിയം. So it will be 1 gram per milliliter into 18 milliliter, which will give you 18 gram. നമുക്ക് വാട്ടറിന്റെ മോളാർ മാസ് അറിയാം. ഇറ്റ്സ് H2O, right? So 2 into 1 plus 16, which will give you 18 gram. So number of moles എന്ന് പറയുന്നത് 18 by 8, that is 1. So number of molecules will be 1 in the Avogadro number. Now second case option B like 0.18 gram of water. 0.18 gram number of moles കിട്ടാൻ എന്ത് ചെയ്താൽ മതി? Number of moles will be given mass divided by molar mass. So it will be 0.18 divided by 18, which will give you 0.01 moles. Now in option C 0.00224 liter of water. Volume ആണ് തന്നിരിക്കുന്നത്. So number of moles will be given volume divided by 22.4 liter. So N will be 0.00224 divided by 22.4, which will give you 10 raised to minus 4 moles. Now option D 10 raised to minus 3 moles ആണ് already question തന്നിട്ടുണ്ട്. നമ്മുടെ question എന്താ? ഏറ്റവും കൂടുതൽ number of molecules ഉള്ള ആൾക്ക് number of moles ഏറ്റവും കൂടുതലായിരിക്കും. Number of moles here is 1, 0.01, 10 raised to minus 4 and 10 raised to minus 3. So option A is the right answer. Yes. Moving on to NEET 2015 question. If Avogadro number N is changed from 6.022 into 10 raised to 23 mole raised to minus 1 to 6.022 into 10 raised to 20 mole raised to minus 1, this would change. Option A definition of mass in units of grams. Option B mass of 1 mole of carbon. See the ratio of chemical species to each other in a balanced chemical equation. Option D ratio of elements to each other in a compound. Avogadro number change ആയാൽ Avogadro number, okay, 1 mole എന്ന് പറയുന്നത് Avogadro number of particles ഉള്ള ആളുടെ മാസ് അല്ലേ? Avogadro number change ആയാൽ അപ്പോൾ എന്ത് പറ്റും? Mass of 1 mole of carbon change ആവും. 1 mole of carbonന്റെ weight എന്താണ്? 12 gram ആണ്. അല്ലെങ്കിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ള കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് 12 gram ആണ്. Now അവോഗാഡ്രോ നമ്പർ 6.022 10 raised to 23 6.022 into 10 raised to 20 ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മാസ് എന്ന് പറയുന്നത് എന്താവും? 12 by 6.022 into 10 raised to 23 into 6.022 into 10 raised to 20, which will give you 0.012 gram. Mass change ആവും. So option B ആണ് right answer. And here we have come to the end of this section. Previous year questions എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടേ നീറ്റ് എക്സാമിന് പോകാൻ പാടുള്ളൂ. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിന് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. Until then, thank you, bye bye.